തദ്ദേശത്തിൽ യു ഡി എഫിന് മേൽക്കൈയുണ്ട്. പക്ഷേ ബി ജെ പി വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു. സംസാരിക്കപ്പെട്ടത് അയ്യപ്പൻ്റെ വിഷയമാണ് എന്നുള്ളതാണ്. എന്നാൽ അത് തുണച്ചോ എന്നുള്ളതും ഒന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ. അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇത് മുതൽക്കൂട്ടാകുമോ എന്നുള്ളത് കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ടല്ലോ. അല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വോട്ടർ എന്ന് പറയുന്നൊരു നിങ്ങളൊരു ആവറേജ് ബീഹാറിലെ വോട്ടറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പൊളിറ്റിക്കലി അവെയറാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാ വിഷയങ്ങളും അവർ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയോ അല്ല വർക്കൗട്ടായത്. പക്ഷേ ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. കാരണം ഈ ഒരു ഗവൺമെൻറ് വളരെ കറപ്റ്റ് ഗവൺമെൻറ്റാണ്. ഇവർ വന്ന് അയ്യപ്പൻ്റെ മുതലിൽ പോലും കൈവയ്ക്കാൻ മടിക്കില്ല എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം നമ്മളൊക്കെ പറയും ഈ പറഞ്ഞ പോലെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഇലക്ഷൻ്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സംസ്ഥാനം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം. കാരണം തിരുവനന്തപുരത്ത് 45 വർഷമായിട്ട് CPIM ഒരു കോട്ടയായിരുന്നു. അവിടെ നിന്ന് CPIM പുറത്താക്കപ്പെട്ടെങ്കിൽ അതിനർത്ഥം ജനങ്ങൾ, പ്രത്യേകിച്ചും ഈ അർബൻ ക്ലാസ് വോട്ടേഴ്സ്, അവർക്കൊരു മടുപ്പ് വന്നിട്ടുണ്ട്. കാരണം ഈ പാർട്ടി ഒരിക്കലും ജനങ്ങളുടെ ഫേവറിൽ നിൽക്കുന്ന പാർട്ടിയല്ല. അവർ തന്നെ കട്ടുമുടിച്ച് വളർന്ന് വലുതാവാൻ വേണ്ടി മാത്രം നടക്കുകയാണ്. അവരുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ പാർട്ടി കൊണ്ട് ഒരു ഗുണമുള്ളത്. അപ്പം ആ രീതിയിൽ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി, സാധാരണക്കാർ മനസ്സിലാക്കി തുടങ്ങി. അപ്പം പ്രാദേശിക വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ച വിഷയങ്ങളാണ് ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും വലിയ രീതിയിൽ പ്രതിഫലിച്ചത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കണ്ടത്. കാരണം കൊല്ലം, തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ LDF ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയാസ് ആയിരുന്നു. അവിടെ നിന്നൊക്കെ LDF പുറത്താക്കപ്പെട്ടു. അതിനർത്ഥം തീർച്ചയായും ജനങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങൾ, അതായത് സംസ്ഥാനത്തെ എല്ലാവരും ബാധിക്കുന്ന വിഷയങ്ങൾ ആണ് ഇത്തവണ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ അസംബ്ലി ഇലക്ഷൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന സമയത്ത് വലിയ വിഷയമായിട്ട്, വിവാദമായിട്ട് അത് BJP ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഈ ശബരിമല കൊള്ള, ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അതിനെ വലിയ രീതിയിൽ അത്രയും, അതായത് കഴിഞ്ഞ തവണത്തേതുപോലെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അത് BJPക്ക് നേട്ടമാവുകയും ചെയ്തു. അല്ല, ഇത് BJPക്ക് നേട്ടമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക്, കാരണം ആളുകളെ സംബന്ധിച്ച് വിശ്വാസത്തിനോടൊപ്പം നിൽക്കുന്ന പാർട്ടി എന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. അത് ഒരു പക്ഷേ BJPക്ക് ആ ടാഗ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ BJP ഈ പറഞ്ഞ പോലെ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അത്ര വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഹിന്ദു സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പം ഈ BJPയുടെ ഭാഗമായി നിന്ന നമ്മുടെ ആ ഡയറക്ടറൊക്കെ ഉണ്ടല്ലോ, എന്തായിരുന്നു, അലി അക്ബർ, രാമസിംഹൻ, അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ പാർട്ടി വിട്ടു പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം BJP ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നില്ല. കാരണം ഹിന്ദു വോയിസിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിന്ദു സമൂഹം ഫേസ് ചെയ്യുന്ന വലിയ ഇഷ്യൂസിനെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടി എന്നല്ല BJPയുടെ പൊസിഷൻ. ഞാനിപ്പം പറയുന്നത് BJP ഏറെക്കുറെ ഒരു സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞു. ഒരു സെൻറ്റർ സ്റ്റാൻഡാണ് BJP എടുക്കുന്നത്. കോൺഗ്രസ് കുറേയൊക്കെ ഒരു ലെഫ്റ്റ് സ്റ്റാൻഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പല സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് പോളിസീസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് കൂടുതലൊരു ലെഫ്റ്റ് സ്റ്റാൻഡിലേക്ക് നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ BJP ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് അവർ ശരിയാണ് അത്ര വലിയൊരു പ്രോ ഹിന്ദു ഒരു പൊസിഷനൊന്നല്ല എടുക്കുന്നത്. പക്ഷേ കൂടുതലും പ്രോ ഹിന്ദു പൊസിഷൻ എടുക്കുന്ന നമുക്കൊരു പക്ഷേ VHP പോലുള്ള പാർട്ടികളോ അല്ലെങ്കിൽ ബജ്രംഗ് ദൾ, ഇവരൊക്കെയാണ് കുറച്ചുകൂടെ കോറായിട്ട് ഹിന്ദു സമൂഹം നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതിലും BJPക്ക് രണ്ട് അഭിപ്രായങ്ങളൊക്കെയാണ് പല വിഷയങ്ങളിലും. അപ്പം ശബരിമല വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ BJP തീർച്ചയായിട്ടും അതിൽ BJPയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു ആ ഒരു ശബരിമല പ്രൊട്ടസ്റ്റിൻ്റെ സമയത്തൊക്കെ തന്നെ. പക്ഷേ ഇപ്പം വേണ്ടത്ര അവർ അതിനെ ഉയർത്തിപ്പിടിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ എങ്കിൽ കൂടി അത് അവർക്ക് ഫേവറിൽ വന്നു. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ. കാരണം കേരളത്തിലെ വോട്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം, കേരളത്തിലെ വോട്ടർ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു ആവറേജ് വോട്ടർ, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ളൊരു വോട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് CPIM എന്തുകൊണ്ടും വേണ്ട എന്നവർ തീരുമാനിച്ചത്. പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനാണ് അവർ നോക്കിയത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഓപ്ഷനായിട്ട് പല സ്ഥലങ്ങളിലും അവർക്ക് BJPയെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് UDF. അത് UDFൻ്റെ ഒരു മെറിറ്റ് കൊണ്ട് UDF വന്നതല്ല. പക്ഷേ BJP എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ BJPയുടെ മെറിറ്റ് കൊണ്ട് തന്നെയാണ്. കാരണം BJPക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്ന് വോട്ടേഴ്സ് എവിടെയൊക്കെ തീരുമാനിച്ചോ അവിടെ തന്നെയാണ് BJP വന്നത്. അല്ലാതെ UDFനെ പോലെ ഈ പറഞ്ഞ UDF എന്ന് പറഞ്ഞ ഒരു ടെമ്പററി സൊല്യൂഷനാണ് ഇവർ. കാരണം LDF എവിടെയൊക്കെ എഫിഷ്യൻ്റ് അല്ല, അവിടെയൊക്കെ UDFനെ ഒരു ഓപ്ഷനായിട്ട് ആളുകൾ കാണുന്നുണ്ട്. മറ്റൊരു ഓപ്ഷൻ UDF ആയേക്കാം.
പക്ഷേ BJP എവിടെയൊക്കെ വേണമെന്ന് അവർ തീരുമാനിക്കുന്നു അതൊരു കോൺഷ്യസ് ഡിസിഷനാണ്. അത് ആ വോട്ടേഴ്സിൻ്റെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്. കാരണം BJPക്ക് ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കും, BJPക്ക് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. കാരണം തിരുവനന്തപുരത്തെ ഇവരുടെ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അവർ കൂടുതലും അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആളുകൾക്കത് കൺവിൻസിങ് ആയിരുന്നു, ഇവരെ കൊണ്ടുവരണം എന്നൊരു കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു. മറ്റ് പല സ്ഥലങ്ങളും നോക്കുകയാണെങ്കിൽ UDFന് ഒരു അപ്പർ ഹാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ UDFൻ്റെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് LDF ഇല്ലെങ്കിൽ മറ്റെന്ത് എന്ന ഒരു ചിന്തയിൽ നിന്ന് വന്ന ഒരു സൊല്യൂഷനാണ് അവർക്ക് UDF. പക്ഷേ BJP എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ്റെ പുറത്താണ് ഈ പറഞ്ഞ പോലെ BJPയെ കൊണ്ടുവരണമെന്നും BJP വന്നു കഴിഞ്ഞാൽ ഇവിടെ ചില മാറ്റങ്ങളൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മോദിയുടെ ഒരു വലിയ അംബിഷൻ അത് കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നു എന്ന ഒരു ചിന്തയുടെ പുറത്താണ് BJP എവിടെയൊക്കെ അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം BJP എന്ന് പറഞ്ഞൊരു കോൺഷ്യസ് ചോയ്സാണ്, UDF എന്ന് പറഞ്ഞ ഒരു ടെമ്പററി സൊല്യൂഷനാണ്. BJPക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വോട്ട് ഷെയർ കൂടിയിരിക്കുന്ന സംഭവം അതിൽ സത്യത്തിൽ ഹൈന്ദവ വോട്ടുകൾ മാത്രമായിരിക്കില്ലല്ലോ, തദ്ദേശമാണെങ്കിൽ പോലും. ഒരിക്കലല്ല. കാരണം BJPക്ക് ഈ പറഞ്ഞ പോലെ വയനാടും കോട്ടയത്തും ഒക്കെ തന്നെ മൈനോറിറ്റി പോക്കറ്റ്സിലൊക്കെ തന്നെ വലിയ രീതിയിൽ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹിന്ദു വോട്ടല്ല BJPക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. BJP ആളുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങി കഴിഞ്ഞു. കാരണം ഇപ്പോൾ നമ്മൾ UPയിലാണെങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ UP എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അവിടെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിംസ് ഉള്ളൊരു സംസ്ഥാനമാണ്. മീൻസ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്കാൾ കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനം നമുക്കിവിടെ ഉണ്ട്. അത് പലപ്പോഴും പല സിനിമയിലൊക്കെ നമ്മൾ ഈ ഡയലോഗ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും BJPക്ക് പല പോക്കറ്റ്സിലും ഏറ്റവും കൂടുതൽ മുസ്ലിം ഡോമിനൻ്റ് ആയിട്ടുള്ള പോക്കറ്റ്സിൽ പോലും അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലായിക്കോട്ടെ? കേരളത്തിൽ എല്ലാ കാലത്തും ഇവരൊരു ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ അവിടെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് നിന്ന് എപ്പോഴും പുഷ് ചെയ്യുക ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആ ഒരു ലേബൽ കൊടുക്കാൻ നോക്കിയെങ്കിലും അത് എത്രത്തോളം വർക്കൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു ടെക്നോക്രാറ്റിക് ഒരു ഇമേജ് ഉള്ള ഒരാളാണ്. അയാളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ ആ ഒരു ആംഗിളൊന്നും ആളുകൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു അർബൻ ക്ലാസ് വോട്ടേഴ്സൊന്നും രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഡെവലപ്മെൻറ്റ് മോഡലിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്ന ഒരു ലീഡറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ BJPയുടെ ഒരു സ്ട്രക്ചറിനെ പക്ക കോർപ്പറേറ്റ് രീതിയിൽ അവർ മാറ്റി കഴിഞ്ഞതാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, ഈ പറഞ്ഞ പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ടോപ്പ് ലെവലിൽ പോലും മോണിറ്റർ ചെയ്യുക. അപ്പം BJP എന്ന് പറഞ്ഞ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർ സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ പോലെയുള്ള റിസൾട്ട്സ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ CPMനെ കുറിച്ചാണല്ലോ. അത്തരത്തിൽ തന്നെ BJP മാറിയെന്നാണ്. അല്ല, BJPയെ സംബന്ധിച്ച് BJP ഇപ്പോൾ ആളുകളുടെ കോർ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മുനമ്പത്തെ വിഷയം അതവരാണ്. കാരണം അവിടെ ഒരു ബയസ്ഡ് അല്ലാത്ത ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി പ്രവർത്തിക്കാതെ ആളുകൾക്ക് വേണ്ടി നിന്നൊരു പാർട്ടി, നിലകൊണ്ടൊരു പാർട്ടിയാണ് BJP. അത് ആളുകൾ മനസ്സിലാക്കി. അതിൽ മൈനോറിറ്റീസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, എല്ലാവരും വോട്ട് ചെയ്തല്ലോ. കാരണം മൈനോറിറ്റി വോട്ടുകൾ BJP കളക്ട് ചെയ്യാൻ തുടങ്ങി എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് മുൻപൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വയനാട് പല പോക്കറ്റ്സിലും BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, മൈനോറിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ BJPയുടെ ആക്സെപ്റ്റൻസ് കൂടി വരികയാണ്. ആ ആക്സെപ്റ്റൻസ് കൂടി വരുമ്പോൾ വീണ്ടും മറുഭാഗത്തു നിന്നുള്ള ഒരു പുഷ് എന്തായിരിക്കും? ഹിന്ദുത്വ വർക്കൗട്ട് ആവുന്നു, അല്ലെങ്കിൽ അവിടെ ഹിന്ദുത്വ അജണ്ട വർക്കൗട്ട് ആവുന്നു എന്നാണ്. പക്ഷേ ഇന്നലെ നമ്മൾ ചാനൽ ചർച്ചകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വർഗീയവാദം BJP പുഷ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഹിന്ദു വർഗീയവാദത്തിൻ്റെ ഇരകളായി മാറുകയാണോ? അവരൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ്, കാരണം എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിലുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ആരെന്ത് ചെയ്യുന്നു. അതായത് ഹിന്ദുത്വ പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ മാത്രമായിരിക്കണമല്ലോ വോട്ട് ചെയ്യുന്നത്, ഇതല്ലല്ലോ. അല്ല, ഞാൻ അതിൽ ഇപ്പോൾ BJPയുടെ മാനിഫെസ്റ്റോസിലൊന്നും തന്നെ ഞാനൊരു ഹിന്ദുത്വ അജണ്ട പുഷ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിലവർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, തിരുവനന്തപുരത്തെ ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, മറ്റ് സ്ഥലങ്ങളെ ബാധിക്കുന്ന, അവിടുത്തെ ആളുകളെ ബാധിക്കുന്ന സാധാരണക്കാരന് എന്തൊക്കെയാണോ അവന് വേണ്ടത് ആ വിഷയങ്ങളെക്കുറിച്ചാണ് BJP പറഞ്ഞത്. അതിലൂടെ ഹിന്ദുത്വ. അപ്പോൾ ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് വെറും ഒരു നെറേറ്റീവായിട്ട് ലെഫ്റ്റിൻ്റെ ഒരു നെറേറ്റീവായി മാറുകയും അതൊരു ഡോർമെൻറ്റ് നെറേറ്റീവായി മാറുകയും ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഇതൊക്കെ വെറും ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ലെഫ്റ്റ് നടപ്പിലാക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല BJP ഫീൽഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇപ്പം ശ്രീലേഖ IPS പോലുള്ള ആളുകളൊക്കെ തന്നെ ഇവരൊന്നും ഒരു ഹിന്ദുത്വവാദികളൊന്നും അല്ലല്ലോ. അപ്പോൾ അവരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അവരൊക്കെ വലിയ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് അവർ കൺവിൻസ്ഡ് ആവണം ഈ ഐഡിയോളജിയുമായിട്ട്. കാരണം അത്രയും ഒരു സമൂഹത്തിലൊക്കെ എന്താ പറയുക വലിയ രീതിയിൽ പ്രവർത്തിച്ച ആളുകളാണ്. അവർക്ക് ഈ പാർട്ടിയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
അതിനർത്ഥം അവർക്ക് ആ ഐഡിയോളജി കൺവിൻസിങ് ആണ്. അപ്പോൾ ഐഡിയോളജിയിൽ ഒരിക്കലും ഒരു ഹിന്ദുത്വം ആയിരിക്കില്ല. ആ ഐഡിയോളജി ഒരു ഡെവലപ്മെൻറ്റ് മോഡലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മൈഗവിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചാണ്. അപ്പോൾ മൈഗവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതായത് സിറ്റിസൺ എൻഗേജ്മെൻറ്റ് പോർട്ടൽ. സാധാരണക്കാരെ, എന്നെയും താങ്കളെയൊക്കെ പോലുള്ള ആളുകൾക്ക് ഒരു പോർട്ടലിൽ കയറിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ അത് നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേൾക്കും എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരുന്നു കൊണ്ടുവന്നത്. അത് എത്രത്തോളം അതിന് ഔട്ട്റീച്ച് കിട്ടിയെന്ന് അറിയില്ല. പക്ഷേ സാധാരണക്കാരത് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പം ഈ ഒരു പോയിന്റിലെങ്കിലും ഈ കോൺസെപ്റ്റൊക്കെ വന്നിട്ടൊരു 10-15 വർഷമായി. പക്ഷേ ഇപ്പോഴെങ്കിലും ആളുകളത് മനസ്സിലാക്കി തുടങ്ങി എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.